Introduction to R programming. R is a popular computer programming language and a software environment used to analyze statistical information, graphical representation, reporting, and data modeling. അപ്പം ആർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യാനും ഡാറ്റാ സയൻസിനും മെഷീൻ ലേണിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് വാസ് ഒറിജിനലി ക്രിയേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ റോസ് ഇഹാക്ക ആൻഡ് റോബർട്ട് ജെന്റിൽമാൻ ഡ്യൂറിംഗ് ദ 1990s with the first stable version released in 2000. Features of R. ഇനി ആറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർ ഇസ് ആൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദ കോഡ് ഈസ് ഇൻ്റർപ്രറ്റഡ് ലൈൻ ബൈ ലൈൻ അറ്റ് റൺ ടൈം. ഇറ്റ് ക്യാൻ റൺ ഇൻ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെദർ ഇറ്റ് ഈസ് വിൻഡോസ് ഓർ മാക് ഓർ ലിനക്സ്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഫ്രീ. ഈസി ടു ഡൗൺലോഡ്, മോഡിഫൈ ആൻഡ് കസ്റ്റമൈസ്. ക്യാൻ ക്രിയേറ്റ് ഓബ്ജക്ട്സ്, ഫങ്ഷൻസ് ആൻഡ് പാക്കേജസ്. Thousands of packages are available on online repositories like CRAN, Bioconductor, and GitHub. Support both procedural and object-oriented programming. Can be integrated with other programming languages like C, C++, Python, Java, JavaScript, etc. Amazing graphical capabilities. Can produce publication quality graphs and plots with its base package. Can also add packages like ggplot2 for making graphs, performs fast calculations on vectors, arrays, and data frames. MLR package in R is useful for all machine learning algorithms. Installing R. ഇനി ആർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഡൗൺലോഡ് ആർ ഫ്രം ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് cran.r-project.org. Choose the correct version for your operating system, Windows, Mac OS or Linux. Follow the installation instructions for your operating system and also install R Studio, a popular IDE for R. അപ്പോൾ ആറ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആർ സ്റ്റുഡിയോയും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. What is R Studio? R Studio is an integrated development environment, IDE for R. This is a software application that provides a comprehensive interface for writing, editing R code, running and debugging R scripts, visualizing data and results, managing packages and libraries. അപ്പം ആറിൻ്റെ ഫങ്ഷൻസൊക്കെ റൈറ്റ് ചെയ്യാനോ കമാൻഡുകൾ റൈറ്റ് ചെയ്യാനോ അതിൻ്റെ നല്ലൊരു ഇൻ്റർഫേസാണ്, കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ആർ സ്റ്റുഡിയോ ഓറിയൻറ്റേഷൻ. When you open R Studio for the first time, you should see the following layout. അപ്പം ഇങ്ങനൊരു ലേഔട്ടാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആർ സ്റ്റുഡിയോയുടെ ഇൻ്റർഫേസിൽ നമുക്ക് 3 വിൻഡോസാണ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. ഒരു വലിയ വിൻഡോ ഉണ്ടാവും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആൻഡ് റൈറ്റ് സൈഡിൽ മുകളിലും താഴെയായിട്ട് 2 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റും. The large window on the left is the console window. The window on the top right is the environment, history, connection pane, and the bottom right window is the files, plots, packages, help viewer window. കൺസോൾ വിൻഡോ. ഇനിയിപ്പോൾ നമുക്ക് ലാർജ് വിൻഡോ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. ഇറ്റ്സ് കോൾഡ് ദ കൺസോൾ വിൻഡോ. ഇൻ ആർ പ്രോഗ്രാമിംഗ് ദ കൺസോൾ ഇസ് ദ പ്രൈമറി ഇൻ്റർഫേസ് വേർ വി ക്യാൻ ഇൻട്രാക്ട് വിത്ത് ആർ. The console is a text-based interface where we enter commands, execute code, view output and interact with R. അപ്പോൾ നമ്മൾ കമാൻഡുകൾ എഴുതുന്നതും അതിൻ്റെ റിസൾട്ടുകൾ കാണുന്നതും ആറായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു ഇൻ്റർഫേസാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെ കൺസോൾ വിൻഡോയിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് കൺസോൾ വിൻഡോയിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. അതിലൊരു കമാൻഡുകൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആർ സ്ക്രിപ്റ്റ് കൂടി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ആർ സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ടൈപ്പിംഗ് ആർ കോഡ് ഡയറക്ട്ലി into the console, a better approach is to create an R script. An R script is just a plain text file with a .r file extension which contains your lines of R code. To create a new R script, click on the File menu, then select New File R script.
അപ്പം ആർ കൺസോളിൽ തന്നെ നമുക്ക് ന്യൂ ഫയൽ മെനുന്ന് ഒരു ന്യൂ ഫയലിൽ ആർ സ്ക്രിപ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആർ ഇൻ്റർഫേസിൽ 4 വിൻഡോസ് നമുക്ക് കാണാം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള കൺസോൾ വിൻഡോ 2 എണ്ണമായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവും. ഒന്ന് ആർ സ്ക്രിപ്റ്റും ആൻഡ് അതിൻ്റെ താഴെയുള്ളതായിരിക്കും കൺസോൾ വിൻഡോ. അപ്പോൾ ആർ സ്ക്രിപ്റ്റിൽ നമ്മൾ കമാൻഡുകൾ ടൈപ്പ് ചെയ്യും. നമുക്കതിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം നമുക്ക് നമ്മളെ കൺസോൾ വിൻഡോയിൽ കാണാനും സാധിക്കും. Environment History Connections window. The various tabs in this window displays the objects we have created, list of all commands we entered in our console, and allows to connect to external databases. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് ഹിസ്റ്ററി കണക്ഷൻസ് വിൻഡോ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ടോപ്പിൽ വരുന്ന വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഓബ്ജക്റ്റുകളെയും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഫങ്ഷനുകളെയും കാണാൻ പറ്റും. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കമാൻഡുകളും നമുക്കവിടെ ഹിസ്റ്ററി ടാബിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. Files, plot, packages, help viewer window. The various tab in this window displays all the external files, directories, plots, packages, help topics and local web content. അപ്പം ഈ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള റൈറ്റിൽ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന ഒരു വിൻഡോ ആണ് നമ്മളെ ഫയൽസ് വിൻഡോ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫയലുകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ വരയ്ക്കുന്ന പ്ലോട്ടുകളൊക്കെ നമുക്ക് ആ വിൻഡോയിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജസ് ഏതൊക്കെയാണെന്ന് കാണാം. നമ്മൾ ഹെൽപ്പ് ചൂസ് ചെയ്ത ഹെൽപ്പൊക്കെ നമുക്ക് അവിടെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മളൊരു ആർ സ്റ്റുഡിയോയുടെ ഇൻ്റർഫേസ് ഉണ്ടാവുക. ഏറ്റവും മുകളിലായിട്ട് ആർ സ്ക്രിപ്റ്റ് കാണാം. അതിൻ്റെ താഴെയായിട്ട് ആർ കൺസോൾ ഉണ്ടാവും. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മുകളിലായിട്ട് എൻവയൺമെൻറ്റ് ഹിസ്റ്ററി വിൻഡോ ആൻഡ് താഴെയായിട്ട് ഫയൽസ്, പ്ലോട്ട്സ്, പാക്കേജസ് വിൻഡോ. ഇങ്ങനെയായിരിക്കും ഒരു ആർ സ്റ്റുഡിയോ ഉണ്ടാവുക. നമ്മൾ ആർ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷമുള്ള ഒരു ആർ സ്റ്റുഡിയോ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി നമുക്ക് ആറിലുള്ള ഓബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓബ്ജക്ട്സ് ഇൻ ആർ. എവറിത്തിങ് ഇൻ ആർ ഇസ് ആൻ ഓബ്ജക്റ്റ്. എക്സാമ്പിൾ വേരിയബിൾസ്, ഫങ്ഷൻസ്, ഡാറ്റ ഫ്രെയിംസ്. അപ്പോൾ ആറിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള വേരിയബിൾ ആയിക്കോട്ടെ, പിന്നെ വെക്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഡാറ്റ ഫ്രെയിംസ് ആയിക്കോട്ടെ, എൻവയൺമെൻറ്റ്സ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനെയും നമ്മൾ ഓബ്ജക്ട്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഇൻ ആർ, ഓബ്ജക്ട്സ് ആർ എൻറ്റിറ്റീസ് ദാറ്റ് സ്റ്റോർ ഡാറ്റ, functions or other types of information. Unlike other programming languages, variables are assigned to objects rather than data types in R programming. Objects can be assigned using the assignment operator. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഒരു ലെസ് ദാൻ സിമ്പിളും ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ട് ഒരു ആരോ പോലെയുള്ള ഒരു സിമ്പിളാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ദ ക്ലാസ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ് ടു ചെക്ക് ആൻ ഓബ്ജക്ട്സ് ടൈപ്പ്. ഏത് ടൈപ്പാണ് ഓബ്ജക്റ്റ് എന്ന്, അത് ക്യാരക്ടറാണോ, ഇൻറ്റിജറാണോ, ഡബിളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റും. Types of objects in R: vectors, matrices, data frames, lists, factors, arrays, functions, environment. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഓബ്ജക്റ്റ് ടൈപ്സ് ഇൻ ആർ എന്ന് പറയുന്നത്. ആദ്യം അതിൽ നമുക്ക് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. വെക്റ്റേഴ്സ് ആർ വൺ ഓഫ് ദ ബേസിക് ടൈപ്സ് ഓഫ് ഓബ്ജക്ട്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. They are one-dimensional homogeneous data structures. Vectors can store elements of the same data type. അതുകൊണ്ടാണ് അവർ ഹോമോജീനിയസ് എന്ന് പറഞ്ഞത്. ഒരേ ടൈപ്പ് ഡാറ്റ ടൈപ്പുള്ള ഡാറ്റ ഐറ്റത്തിനെയാണ് ഒരു വെക്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സച്ച് ആസ് ക്യാരക്ടർ, ഒന്നില്ലെങ്കിൽ എല്ലാ എലിമെൻസും ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഡബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം റോ ആയിരിക്കാം, ലോജിക്കലായിരിക്കാം, ഓർ കോംപ്ലക്സ് ആയിരിക്കും. അപ്പം ഏതെങ്കിലും ഒരൊറ്റ ടൈപ്പ് ഡാറ്റ വാല്യൂസിനെയാണ്, ഒരു ഡാറ്റ ടൈപ്പുള്ള വാല്യൂസിനെയാണ് ആർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക, വെക്റ്റേഴ്സിനെ. അതുകൊണ്ടാണ് ദേ ആർ വൺ ഡയമെൻഷനലാണ്, ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. എ സിംഗിൾ എലിമെൻറ്റ് വേരിയബിൾ ഈസ് ഓൾസോ സെറ്റ് ടു ബി ആൻ വെക്റ്റർ. അപ്പോൾ ഒരൊറ്റ എലിമെൻറ്റുള്ള വേരിയബിളിനെ നമ്മൾ എന്താ പറയുന്നത്, വെക്റ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. വെക്റ്റേഴ്സ് ദാറ്റ് ഹാവ് എ സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ലെങ്ത് 1 ദേ ആർ കോൾഡ് സ്കാലാസ് എന്നാണ് നമ്മളവരെ പറയുന്നത്. In R, we can store a series of values as a vector using the following methods. ഇപ്പോൾ വെക്റ്ററിൽ നമുക്ക് ഒന്നിലധികം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൺ ഇസ് C function. C function combines the values into a vector.
എക്സ് എന്ന് പറഞ്ഞിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ സി ബ്രാക്കറ്റിൽ കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് 1 2 3 4 5 എന്ന് കൊടുത്താൽ 1 2 3 4 5 എന്ന് പറയുന്ന 5 വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു വെക്റ്റർ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുക, ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യും. അടുത്ത ഒരു രീതി കോളൻ ഓപ്പറേറ്ററാണ്. ദ കോളൻ ഓപ്പറേറ്റർ creates a sequence of number. അപ്പോൾ എക്സ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 1 കോളൻ 5 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു വെക്റ്ററാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വെക്റ്ററിൽ ഉണ്ടാകും. മറ്റൊരു മെത്തേഡ് സീക്വൻസ് ഫംഗ്ഷനാണ്. ദ സീക്വൻസ് SEQ function, SEQ function generates a sequence with specified start, end and increment. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്ത് SEQ 1, 5. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യണം, 5ൽ അവസാനിക്കണം. ബൈ ഇസ് ഈക്വൽ ടു 1. അതിൻ്റെ ഇൻക്രിമെൻറ്റ് ഓരോന്ന് വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. The elements of a vector can be accessed using square bracket with indices. ഇനി ഒരു വെക്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഓരോ എലിമെൻറ്റിനെയും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് പൊസിഷണൽ ഇൻഡിസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മളൊരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ യൂസിങ് ദ സി ഓപ്പറേറ്റർ. സി 25, 32, 17, 20, 30, 15 and 12 അങ്ങനെ ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലത്തെ ഫസ്റ്റ് എലിമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വെക്റ്ററിനെയും അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് 1 എന്ന് കൊടുത്താൽ അതിലത്തെ ഫസ്റ്റ് എലിമെൻറ്റ് അതായത് 25നെ നമുക്ക് ആക്സസ് ചെയ്യും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എലിമെൻറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാം. എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സി ഫംഗ്ഷൻ കൊടുക്കുക 2, 4, 5 എന്ന് കൊടുത്താൽ എക്സ് എന്ന് പറയുന്ന വെക്റ്ററിലെ 2ാമത്തെ 4ാമത്തെ ആൻഡ് 5ാമത്തെ എലിമെൻറ്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 32, 20 and 30 എന്നുള്ള ആ എലിമെൻറ്റ്സ് ആയിരിക്കും. ഇനി അടുത്തത് ലിസ്റ്റ്. List is another type of object in R programming. Lists are also one-dimensional heterogeneous data structures. അവർ ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. They can contain a combination of different data types such as character, double, logical, numeric, etc. അപ്പോൾ വെക്റ്ററിൽ ഒരേ ടൈപ്പ് ഡാറ്റ ടൈപ്പുള്ള എലിമെൻസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ലിസ്റ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സിലുള്ള എലിമെൻസിനെ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. The elements of the list can be vectors, other list, matrices, functions, etc. Lists are created using the list function. Example, my list എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ലിസ്റ്റ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആപ്പിൾ, അതൊരു ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ക്യാരക്ടേഴ്സിന് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത്. 10, അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ഇൻറ്റിജർ വാല്യൂ ആണ്. ട്രൂ എന്ന് പറയുന്നത് ലോജിക്കൽ ആയിട്ടുള്ള വാല്യൂ ആണ്. ആൻഡ് 5.8, അതൊരു ഡബിൾ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്ന, അപ്പോൾ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള എലിമെൻസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ LST എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ C246, അതായത് ഞാനൊരു വെക്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു 2, 4, 6 എന്നുള്ളത്, മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലിസ്റ്റാണ്. അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വെക്റ്റേഴ്സ് വരാം, ലിസ്റ്റുകൾ വരാം, ഫങ്ഷൻസ് വരാം, മെട്രിസസ് വരാം, എല്ലാവരും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. Elements of list can be accessed using square bracket with indices just like in vectors. ഇതിലും നമ്മൾ വെക്റ്റേഴ്സിൽ ഉപയോഗിച്ച മാതിരി നമ്മൾ ലിസ്റ്റിൻ്റെ നെയിം, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഇൻഡെക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. Matrices are two-dimensional homogeneous data objects used in R. അപ്പോൾ മെട്രിസസ് ശ്രദ്ധിക്കണം, they are two-dimensional ആണ് and they are homogeneous. അതിലത്തെ എലിമെൻറ്റുകളെല്ലാം ഒരേ ഡാറ്റ ടൈപ്പിലുള്ള എലിമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. Matrices are created using the matrix function. Data, number of rows and columns are defined in the matrix function. In matrices, all elements should be of the same data type. Homogeneous ആയിരിക്കണം.
എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മളൊരു മെട്രിക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വെക്റ്റർ ഉണ്ടാക്കി. എക്സ് എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് യൂസിങ് ദ സി ഫംഗ്ഷൻ. സി ഫംഗ്ഷൻ നമ്മൾ കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്നും കൂടി പറയുക. അപ്പോൾ സി 1 2 3 4 5 6 അപ്പോൾ 1 മുതൽ 6 എലിമെൻറ്റ്സ് ഉള്ള ഒരു വെക്റ്ററിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ വെക്റ്റർ, ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഞാനൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. MAT എന്ന് പറഞ്ഞൊരു മെട്രിക്സ്. MAT ഞാൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കണം മെട്രിക്സ്. എന്നിട്ട് ആദ്യം ഞാൻ കൊടുക്കുന്ന ഡാറ്റ, എൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് എൻ്റെ വെക്റ്ററാണ്. എക്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള എലിമെൻറ്റ്സാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. n റോ ഇസ് ഈക്വൽ ടു 2. അത് പറഞ്ഞാൽ 2 റോസുള്ള ഒരു മെട്രിക്സ് നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് റോ 6 എലിമെൻറ്റ്സാണുള്ളത്. ഫസ്റ്റ് റോയിൽ 3 എലിമെൻറ്റ്സ്, സെക്കൻഡ് റോയിൽ അടുത്ത 3 എലിമെൻറ്റ്സ്. അപ്പോൾ 1 2 3 4 5 6 എന്ന രീതിയിൽ ഒരു മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യും. Elements of a matrix can be accessed using square bracket with indices. Example, x 2, 3 within square bracket will return the element in the second row and third column of the matrix x. അടുത്ത നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റാണ് ഫാക്ടേഴ്സ്. In R, a factor is a type of vector that represents categorical data. കാറ്റഗോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫാക്ടർ ഒബ്ജക്റ്റ് എൻകോഡ്സ് എ വെക്റ്റർ ഓഫ് യുണീക്ക് എലിമെൻറ്റ്സ് ഓർ ലെവൽസ് ഫ്രം ദ ഗിവൺ ഡാറ്റ വെക്റ്റർ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ വെക്റ്ററിന് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിലുള്ള യുണീക്ക് എലിമെൻറ്റുകളെ നമ്മൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ ലെവലുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫാക്ടർ ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് യൂസിങ് ദ ഫാക്ടർ ഫംഗ്ഷൻ. എക്സാമ്പിൾ, വി ആർ ക്രിയേറ്റിംഗ് എ ഫാക്ടർ. ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ജെൻഡർ അല്ലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തു, ഫാക്ടർ എന്നെഴുതി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഫാക്ടറിൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് ഒരു വെക്റ്ററാണ്. നമുക്ക് ക്യാരക്ടർ വെക്റ്റർ, കാറ്റഗോറിക്കലായിട്ടുള്ള ഡാറ്റയാണ് കൊടുക്കുന്നത്. സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്റ്റർ, മെയിൽ ഫീമെയിൽ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയാണ്, വെക്റ്ററാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രിൻറ്റ് ജെൻഡർ എന്ന് കൊടുത്താൽ മെയിൽ ഫീമെയിൽ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ ഡാറ്റയും കാണിക്കും. അതിൻ്റെ ലെവലുകൾ, യുണീക്കായിട്ടുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കും, ഫീമെയിൽ മെയിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാക്ടർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. Arrays. The array function is used to create an n-dimensional array. This function takes dim attribute as an argument and creates required length of each dimension as specified in the attribute. ഇപ്പോൾ array എന്ന് പറഞ്ഞാൽ n-dimensional ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. എക്സാമ്പിൾ, ക്രിയേറ്റ് എ 3-dimensional array. അപ്പം ARR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ARR അല്ലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അറേ C1 2 3 ആ വെക്ടർ വെച്ചിട്ടാണ് ഞാനൊരു എറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡയമെൻഷൻ കൊടുക്കുന്നു. ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു C 3, 3, 3. അപ്പോൾ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അറേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിൻറ്റ് ARR എന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കിട്ടുക. 1ൽ 1 2 3 1 2 3 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഡാറ്റ. ഇനി 2 എന്ന് പറഞ്ഞിട്ട് എഗെയിൻ 1 2 3 1 2 3 1 2 3 3 എന്ന് പറഞ്ഞിട്ട് എഗെയിൻ 1 2 3 1 2 3 1 2 3. അപ്പോൾ ഈ 1 2 3 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളൊരു 3 ഡയമെൻഷണൽ എറേ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡാറ്റ ഫ്രെയിംസ്. ഡാറ്റ ഫ്രെയിംസ് ആർ 2-dimensional tabular data object in R programming. The 2-dimensional tabular data object ആണ്. Data frames consists of multiple columns and each column represents a vector. Columns in data frame can have different data types unlike matrices. അപ്പോൾ മെട്രിസസ് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു 2-dimensional ഡാറ്റ സ്ട്രക്ചർ ആയിരുന്നുവെങ്കിൽ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. 2-dimensional ഡാറ്റ സ്ട്രക്ചറാണ്. അതിൽ ഓരോ കോളവും ഓരോ വെക്ടറുകളായിരിക്കും. ആ ഓരോ വെക്ടറും ഓരോ ഡാറ്റ ടൈപ്പുകളായിരിക്കും. എന്നുവെച്ചാൽ ഫസ്റ്റ് കോളം നമ്മൾ എഴുതിയത് ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കാം. സെക്കൻഡ് കോളം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചിലപ്പം ഇൻഡിജേഴ്സ് ആയിരിക്കാം. തേർഡ് കോളം വേണമെച്ചാൽ ലോജിക്കലായിരിക്കാം. ഫോർത്ത് കോളം എഗെയിൻ ഇൻഡിജർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. Data frames can be created using data.frame function. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
എക്സാമ്പിൾ നമ്മൾ കുറച്ച് വെക്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഞാനൊരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ് എക്സ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കോളൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 1:5. പിന്നെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, വൈയിലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തിട്ട് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ അതിലെ ലെറ്റേഴ്സ് 1:5 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ മുതൽ ഇ വരെയുള്ള ആദ്യത്തെ 5 ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് വരും. പിന്നെ സെഡിൽ ഞാൻ വയ്ക്കുന്നത് ഒരു വെക്ടറാണ്. അതിൽ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സി, ആൽബർട്ട്, ബോബ്, ചാർലി, ഡെൻവർ, എൽ. ഇവരുടെ നെയിമുകളാണ് ഞാൻ വെക്ടറാക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവരെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എക്സ്, വൈ, സെഡ് എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വെക്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് ഇൻഡിജേഴ്സ് വെക്ടർ, മറ്റൊന്ന് ക്യാരക്ടറിൻ്റെ, അടുത്തതും ക്യാരക്ടർ വെക്ടർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. DF അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. ഡാറ്റ ഡോട്ട് ഫ്രെയിം എക്സ്, വൈ, സെഡ്. അപ്പോൾ ആ വെക്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ വെക്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. എക്സ് എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5, വൈയിൽ 1 2 3 4 5 കൊണ്ട് ABCDEയും കാണിക്കും. സെഡിൽ നമ്മൾ കൊടുത്ത നെയിംസ് ആൽബർട്ട്, ബോബ്, ചാർലി, ഡെൻവർ ആൻഡ് എൽ. ഇങ്ങനെയാണ് നമുക്കൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. Elements of a data frame can be accessed using square bracket with indices. For example, DF square bracket 2,3 will return the element of the second row and third column of the data frame DF. പിന്നെ DF സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2, എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അടുത്ത എലിമെൻറ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ വിൽ റിട്ടേൺ ഓൾ എലിമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് റോ. അതുമാതിരി DF സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3 എന്ന് മാത്രം എഴുതിയാൽ വിൽ റിട്ടേൺ ഓൾ എലിമെൻറ്റ്സ് ഓഫ് ദി തേർഡ് കോളം. ഇനി നമുക്ക് ഫങ്ഷൻസ് എന്താണ് എന്ന് നോക്കാം. ഓബ്ജക്ട്സ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇൻ ആർ ഫങ്ഷൻസ് ആർ റീയൂസബിൾ ബ്ലോക്സ് ഓഫ് കോഡ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു ബ്ലോക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആറിൽ 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആർ അവൈലബിൾ. ഒന്നിനെ നമ്മൾ ഇൻബിൽഡ് ഫങ്ഷൻ എന്നും രണ്ടാമത്തേന് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നും പറയും. ഇൻബിൽഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഓൾറെഡി ആർ എന്ന് പറയുന്ന ബേസ് പാക്കേജിലോ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പാക്കേജുകളിലോ അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷനുകളെയാണ് ഇൻബിൽഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതൊരു കീവേഡുകൾ നെയിമായിട്ടുള്ള ഓരോ ഫങ്ഷനുകളുണ്ടാവും. ആർ പ്രൊവൈഡ്സ് ന്യൂമറസ് ഇൻബിൽഡ് ഫങ്ഷൻ ഫോർ വേരിയസ് ടാസ്ക്. അപ്പോൾ കുറച്ച് ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ സം, മീൻ, SQRT അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന ചില ഫങ്ഷനുകളാണ് ഇൻബിൽഡ് ആയിട്ടുള്ള. ഡാറ്റ മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്ന ചില ഫങ്ഷനുകളാണ് മെർജ്, സബ്സെറ്റ്, ട്രാൻസ്ഫോം എന്നതൊക്കെ. പിന്നെ അതേമാതിരി ആർ ബൈൻഡ്, സി ബൈൻഡ് എന്നുള്ള ഫങ്ഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് LM, T.test, കോറിലേഷൻ, COR അങ്ങനത്തെ ഫങ്ഷനുകളൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട്. അതുമാതിരി മീഡിയൻ, മീൻ, SD സ്റ്റാൻഡേർഡ് VAR വേരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനത്തെയുള്ള ഫങ്ഷനുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലോട്ട്, HIST, ബോക്സ് പ്ലോട്ട്, ബാർ പ്ലോട്ട് അങ്ങനത്തെ ഫങ്ഷനുകളൊക്കെ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷനുകളാണ്. ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇതിന് പുറമെ നമുക്ക് യൂസേഴ്സിന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഫങ്ഷനുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം. യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് കസ്റ്റം ഫങ്ഷൻസ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ എങ്ങനെയാണൊരു ഫങ്ഷൻ ഉണ്ടാക്കുക, അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ നെയിം കൊടുക്കും. അതിൽ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റ് ഫങ്ഷൻ, ആ ഫങ്ഷൻ എഴുതിയ ശേഷം അവിടെ ആ ഫങ്ഷന് വേണ്ട ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഇപ്പോൾ A, B എന്താണ് ആർഗ്യുമെൻറ്റ്സ് എങ്കിൽ നമ്മളത് എൻ്റർ ചെയ്യും. ദെൻ നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫങ്ഷൻ്റെ കോഡ് നമ്മൾ എഴുതും, ഫങ്ഷൻ്റെ ബോഡി കൊടുക്കും. ദെൻ ഓപ്ഷണലായിട്ട് നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കും. ടു കോൾ എ ഫങ്ഷൻ വി യൂസ് ഫങ്ഷൻ നെയിം. നമ്മൾ ഡിഫൈൻ ചെയ്തൊരു ഫങ്ഷൻ നെയിം ഉണ്ടല്ലോ, ഫങ്ഷൻ നെയിം എലോങ് വിത്ത് ദ പാരാമീറ്റേഴ്സ് വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷന് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷന് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രീറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തു, ഫംഗ്ഷൻ അതിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് നെയിമാണ്. അപ്പം ഫംഗ്ഷൻ ചെയ്യേണ്ടത് കേളി ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നു. ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് പേസ്റ്റ് ഹലോ നെയിം. ഹലോ എന്ന് പറഞ്ഞ വേർഡും നെയിം എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഏത് നെയിമാണോ അത് നമ്മൾ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഗ്രീറ്റ് ജോൺ അങ്ങനെ നമ്മൾ കൊടുത്ത ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ വിളിക്കുകയാണ് വിത്ത് ആൻ പാരാമീറ്റർ. ജോൺ എന്ന് പറഞ്ഞൊരു പാരാമീറ്ററാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഹലോ ജോൺ എന്നാണ്. മാതിരി മറ്റൊരു ഫംഗ്ഷൻ ഞാൻ PWR പവർ കാണാനുള്ള ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ A, B ഞാൻ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് A, B. വിത്തിൻ കേളി ബ്രാക്കറ്റ് എന്താണ് പെർഫോമൻസ് ചെയ്യേണ്ടത് നോക്കി P ഇതിൽ ഞാൻ അസൈൻ ചെയ്യുന്നത് A⋅B, അതായത് A⁻B ആണ് എനിക്ക് P എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കിട്ടേണ്ടത്. ദെൻ റിട്ടേൺ P, എന്നിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ വിളിക്കുകയാണ്. PWR എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നത് വിത്ത് പാരാമീറ്റേഴ്സാണ്. 2,5 ഇട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പം 2⁵ ഇതിൻ്റെ ആൻസർ ആയിട്ടുള്ള 32 ആണ് നമുക്ക് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് തരുന്നത്. ഇതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അടുത്ത ഓബ്ജക്റ്റാണ് എൻവയൺമെൻറ്റ്. The environment in R is a data structure that stores objects like variables, functions, data frames, etc. It acts as a container for these objects, allowing them to be accessed and controlled. A new environment is created using new.env function. അപ്പോൾ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആർ സ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഓബ്ജക്റ്റുകളും നമുക്കൊരു എൻവയൺമെൻറ്റ് വിൻഡോയിൽ കാണാൻ പറ്റും. അതൊരു ഗ്ലോബലായിട്ടുള്ള എൻവയൺമെൻറ്റാണ്. നമ്മളിവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടറിനെ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ എൻവയൺമെൻറ്റ് വിൻഡോയിൽ ടോപ്പ് മോസ്റ്റ് വിൻഡോയിൽ പോയി നോക്കിയാൽ എക്സ് അതിൻ്റെ വാല്യൂസ് നമുക്ക് കാണാം. നമ്മളിവിടെ ഒരു ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻവയൺമെൻറ്റ് വിൻഡോയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഓബ്ജക്റ്റുകളും ഫംഗ്ഷനുകളും എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ് ആക്ച്വലി എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ new.env ഫംഗ്ഷൻ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം.